ഈ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നവരോട് ഞാൻ എങ്ങനെ പറയും എനിക്കിനി പ്രസവിക്കാൻ പറ്റില്ല എന്ന്? അന്ന് ടെമ്പററി ആയിട്ട് പ്രസവം നിർത്തിയാൽ മതിയായിരുന്നു. ഞാൻ അറിഞ്ഞ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഗുഡ് മോർണിംഗ് ചേച്ചി. എന്തോന്ന് ഗുഡ് മോർണിംഗ് കൊച്ചേ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുക. എന്താ കാര്യം? എന്നോട് പറ, ഞാൻ സഹായിക്കാം. ഓ, എനിക്കാരുടെയും സഹായമൊന്നും വേണ്ടേ. എന്നാ ഓക്കെ, ചേച്ചിയുടെ ഇഷ്ടം. ത്രിവേണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ BSc നഴ്സിംഗ് അല്ലേ പഠിച്ചത്? അതെ. എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്ക്. ഈ പ്രസവം നിർത്തിയോർക്കേ പിന്നെ ഈ പ്രസവിക്കാൻ പറ്റുമോ? ചേച്ചി പ്രസവം നിർത്തിയതാണോ? ഏയ് ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട്. അവള് പെർമനന്റ് ആയിട്ട് പ്രസവം നിർത്തിയതാ. ഇപ്പൊ അവക്കൊരാഗ്രഹം, ഒരു കുട്ടിയും കൂടി വേണമെന്ന്. അപ്പൊ അവക്കിനി ഗർഭിണിയാവാൻ പറ്റില്ലേ? പെർമനന്റ് ആയി നിർത്തിയാലും ചിലര് ഗർഭിണിയാവും. ആണോ? അതെങ്ങനെയാ? പണി അറിയാത്ത ഡോക്ടറാണ് ചെയ്തതെങ്കിൽ വീണ്ടും ഗർഭിണിയാവാം. ഇവള് കുറച്ച് ക്യാഷുള്ള വീട്ടിലെയാ. കേരളത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല ഡോക്ടറാ ചെയ്തത്. അപ്പോ ഒരു സാധ്യതയില്ല. ഇല്ലേ? അപ്പൊ എന്റെ കാര്യം കട്ടപ്പോകാം. ചേച്ചിയുടെയോ? എന്റെ അല്ല, അവളുടെ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ചേച്ചിയുടെ കാര്യമല്ലേ ഇപ്പൊ ചോദിച്ചത്? എന്റെയോ? ഏയ്, എനിക്ക് പ്രസവിക്കാം, ഞാൻ ഓക്കെയാ. ചേച്ചിയുടെ വെപ്രാളം കണ്ടപ്പോ ചോദിച്ചതാ. ഏയ് ഇല്ല ഇല്ല. എന്നാ ശരി. എന്റെ ഈശ്വരാ, ഇനി ഞാൻ എന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ച് ആ മായമയോടെ എല്ലാം പറഞ്ഞാലോ? എന്നെ കൊണ്ട് വയ്യേ ടെൻഷൻ അടിച്ച് നടക്കാൻ. പറയാം, അതാ നല്ലത്. എന്തായാലും പറയാം, വരുന്നിടത്ത് വെച്ച് കാണാം. മായമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ യശോദമ്മയെ പറ്റിച്ചതാ. എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. ഞാൻ പ്രസവം നിർത്തിയതാ. യശോദമ്മയ്ക്ക് ഇത്രയും വിഷമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മായമ്മ എന്നോട് ക്ഷമിക്കണം. യശോദമ്മ ആഗ്രഹിച്ച പോലെ എനിക്കിനി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല. നീ എന്താടി പറഞ്ഞത്? എന്റെ ചേച്ചീനെ പറഞ്ഞു പറ്റിച്ചെന്നാ? നീ പ്രസവിക്കില്ലെന്നാ? നിന്നെ ഞാൻ ഇവളെന്റെ ചേച്ചീനെ പറ്റിച്ചെന്ന്. ഇവളെ ഞാൻ വെറുതെ വിടത്തില്ല. നീ പ്രസവിക്കും. എന്റെ ചേച്ചിയെ പറഞ്ഞ് ആഗ്രഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രസവിക്കും.